നമ്മുടെ ഇന്ത്യയുടെ സ്കോട്ട്ലാൻഡ് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോഫി പ്ലാന്റേഷൻ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന കൂർഗിലേക്കാണ്. കേരളത്തിൽ നിന്നുള്ള മിക്ക കോളേജ് ട്രിപ്പുകളും പ്ലാൻ ചെയ്യുന്നത് കൂർഗിലേക്കായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ട്രിപ്പിലെ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കൂർഗായിരിക്കും. അത് മറ്റൊന്നും കൊണ്ടല്ല, അവിടുത്തെ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ക്ലൈമറ്റ് തന്നെയാണ്. പോകുന്ന വഴിയിൽ നമുക്ക് ഈ റോഡ് സൈഡിലെല്ലാം കോഫി പ്ലാന്റേഷൻ കാണാൻ സാധിക്കും. കേരളത്തിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇഷ്ടംപോലെ മലയാളീസിനെ നമുക്ക് കൂർഗിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കൂർഗിന് അവരുടേതായ സ്പെഷ്യലായിട്ടുള്ള ഒരുപാട് ഭക്ഷണ വിഭവങ്ങളുണ്ട്. മെയിനായിട്ട് മുള കൊണ്ടുള്ള ഭക്ഷണ വിഭവങ്ങൾ നമുക്കവിടെ കിട്ടും. പോകുന്ന വഴിയിൽ നല്ല ചാറ്റൽ മഴയുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഈ ട്രിപ്പ് നന്നായി എൻജോയ് ചെയ്തിരുന്നു. നമ്മുടെ നാട്ടിലെല്ലാം മഴക്കാലം കഴിഞ്ഞെങ്കിലും കൂർഗിൽ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ റെയിൻ കോട്ടും കയ്യിൽ കരുതിയിരുന്നു. ഒരു ചെറിയ ഗാർഡ് സെക്ഷൻ കടന്നിട്ട് വേണം നമുക്ക് കൂർഗിലെത്താൻ. കൂർഗിൻ്റെ മെയിൻ ടൗൺ ആണ് മടിക്കേരി എന്ന് പറയുന്നത്. പിന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡും ആയിരുന്നു. മടിക്കേരി ടൗൺ എത്താറായപ്പോഴേക്കും നല്ല മൂടൽമഞ്ഞ് വന്ന് നിറഞ്ഞിരുന്നു. ഞങ്ങളൊരു 2 day ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്തിൽ കവർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡെസ്റ്റിനേഷൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പോകുന്ന വഴിക്ക് കുശാൽ നഗർ എത്തിയപ്പോൾ അവിടെ ഞങ്ങളൊരു ഗോൾഡൻ ടെമ്പിൾ വിസിറ്റ് ചെയ്തു. അതൊരു ടിബറ്റൻ ടെമ്പിളായിരുന്നു. ഞങ്ങളങ്ങനെ ഉച്ചയോടെ മടിക്കേരി ടൗണിലെത്തി. മടിക്കേരി ടൗൺ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ്. പിന്നെ മടിക്കേരി ടൗണിലെ കടകളിൽ നിന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈനുകൾ വാങ്ങിക്കാൻ കിട്ടും. ഇത്തവണത്തെ യാത്രയിൽ ഞങ്ങൾ അച്ഛനെയും അമ്മേനെയും കൂടെ കൂട്ടിയിരുന്നു. അവരും കൂർഗ് ടൗണിലെത്തിയപ്പോൾ തന്നെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് നേരെ പോയത് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി ബുക്ക് ചെയ്ത ഹോട്ടലിലേക്കാണ്. ഞങ്ങളുടെ മിക്ക യാത്രകളിലും ചൂസ് ചെയ്തിട്ടുള്ളത് കർണാടക ഗവൺമെൻറ്റിൻ്റെ KSTDC ഹോട്ടലുകളാണ്. അതിന് മെയിനായിട്ട് 2 കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം ഇവരുടെ ലൊക്കേഷൻ തന്നെയാണ്. എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലേക്കും നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിൽ തന്നെയായിരിക്കും ഇവരുടെ ഹോട്ടൽ ഉണ്ടാവുക. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ അവർ എപ്പോഴും ഒരു മിനിമം നീറ്റ്നെസ് അവർ കീപ്പ് ചെയ്യാറുണ്ട്. ഞങ്ങൾ ബുക്ക് ചെയ്തത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള 2 റൂമുകളാണ്. ഇതാണ് ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇത് നട്ടുച്ച സമയമാണെങ്കിലും നല്ലപോലെ കോട ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോയത് മടിക്കേരി ടൗണിൽ തന്നെയുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലാണ്. രാജ സീറ്റ് എന്നാണത് പറയുന്നത്. ഇത് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് വളരെ അടുത്താണ്. നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അവിടെ ഞങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ടൗണിലേക്ക് ഇറങ്ങി. ഞങ്ങൾ പോയത് വിനായക ചതുർത്ഥി ദിവസമായതുകൊണ്ട് തന്നെ ടൗണിലെല്ലാം അതിൻ്റെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തിരിച്ച് ഹോട്ടലിലെത്തി ഡിന്നറെല്ലാം കഴിഞ്ഞു. ഹോട്ടലിന് പുറത്ത് നല്ല മൂടൽമഞ്ഞുണ്ടായിരുന്നു. പക്ഷെ നല്ല രസമുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. പിറ്റേന്ന് കാലത്ത് എണീറ്റ് നോക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു വ്യൂ. പുറത്ത് കോട നിറഞ്ഞതുകൊണ്ട് തന്നെ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ചെറിയൊരു ചാറ്റൽ മഴയുണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ല കൂൾ ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് മണ്ടൽപ്പട്ടി പീക്കിലേക്കായിരുന്നു. ഒരു ഓഫ് റോഡ് ട്രിപ്പായിരുന്നു അത്. ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളത്. പക്ഷെ അവരായിരുന്നു ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. മണ്ടൽപ്പട്ടി പീക്കിന് മുകളിൽ നിന്നുള്ള വ്യൂ ആണിത്. ഭയങ്കര ശക്തമായ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. നല്ല മഴയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ റെയിൻ കോട്ട് എല്ലാം കയ്യിൽ കരുതിയിരുന്നു. അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടൈം എന്ന് പറയുന്നത് 45 minutes ആണ്. നല്ല മഴയുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം സ്ലിപ്പറിയാണ് ആ ഏരിയ എല്ലാം. അതുകൊണ്ട് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം നടക്കാനെല്ലാം. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോയത് അബ്ബേ വാട്ടർഫോൾസിലേക്കാണ്. മഴക്കാലം ആയതുകൊണ്ട് വെള്ളത്തിൻ്റെ നല്ല കുത്തൊഴുക്ക് ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഇവിടെ വിസിറ്റ് ചെയ്തിരുന്നപ്പോൾ ഇത്രയും വെള്ളമൊഴുക്ക്
നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളും യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കൂർഗ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.